ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ്. ഈ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, റൈറ്റ് സൈഡ് എന്തുവാണ് 0 അല്ല വരേണ്ടത്, ഒരു ഫംഗ്ഷൻ ആയിരിക്കും വരേണ്ടത്. ഇത് നോക്കാം, മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഫിഷ്യന്റ് എന്നാണ് പറയുന്നത് നോൺ ഹോമോജീനിയസിന്റെ പ്രോബ്ലത്തിന്. മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഫിഷ്യൻസ് നമ്മൾ അതിന്റെ പ്രോബ്ലത്തിലോട്ട് പോകുന്നതിന് മുന്നേ ഇത്രയും കേസുകൾ മനസ്സിലാക്കി വെക്കുക. അതായത് റൈറ്റ് സൈഡ് ആണ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഈക്വൽ ടു ശേഷമുള്ളത് ഏതാണോ ടേംസ് അതാണ് ആർ ഓഫ് എക്സ്. ആർ ഓഫ് എക്സ് കെ ആണെങ്കിൽ നമ്മൾ എഴുതേണ്ട ട്രയൽ സൊല്യൂഷൻ എ ആണ്, കോൺസ്റ്റന്റ് ആയിരിക്കും. ട്രയൽ സൊല്യൂഷന് പർട്ടിക്കുലർ സൊല്യൂഷൻ അതായത് വൈ പി എന്ന് ഡിനോട്ട് വെക്കുന്നത്. ഇനി ആർ ഓഫ് എക്സ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മുടെ ട്രയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എ എക്സ് പ്ലസ് ബി ആണ്. ആർ ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ട്രയൽ സൊല്യൂഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സെട്ര. ഇനി എക്സ് ക്യൂബ് ആണെങ്കിൽ അത് പവേഴ്സ് കൂടി കൂടി വരും. എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് സി ഡി കോൺസ്റ്റന്റ് വേറെ എന്തെങ്കിലും ആയിരിക്കും എക്സെട്ര. ഇനി എക്സ് റേസ് ടു എൻ ആണെങ്കിലും ഫസ്റ്റ് എന്തുവാണ് എ എക്സ് റേസ് ടു എൻ, പിന്നെ എക്സിന്റെ പവേഴ്സ് കുറഞ്ഞ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. ഇനി ആർ ഓഫ് എക്സിന്റെ ഫോമൽ കെ ഇൻറ്റു ഇ റേസ് ടു എ എക്സ് എന്നാണെങ്കിൽ നമ്മൾ എഴുതുന്ന ട്രയൽ സൊല്യൂഷൻ എ ഇ റേസ് ടു എ എക്സ് എന്നാണ്. ലാസ്റ്റ് വൺ കെ സൈൻ എ എക്സോ അല്ലെങ്കിൽ കെ കോസ് എ എക്സോ ഇതിൽ ഏത് വന്നാലും നമ്മൾ എഴുതുന്ന ട്രയൽ സൊല്യൂഷൻ എ കോസ് എ എക്സ് പ്ലസ് ബി സൈൻ എ എക്സ് ആണ്. അപ്പൊ നമ്മള് ഹോമോജീനിയസ് പഠിച്ചായിരുന്നു. നോൺ ഹോമോജീനിയസിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആർ ഓഫ് എക്സിന്റെ ഫോം ഇങ്ങനെയാണ് വരുവാണെങ്കിൽ ട്രയൽ സൊല്യൂഷൻ എന്താണെന്നുള്ളത് ബൈഹാർട്ട് ചെയ്താലേ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രോപ്പർ ഒരു ക്വസ്റ്റ്യൻ അല്ല തന്നിരിക്കുന്നത്. ആർ ഓഫ് എക്സിന്റെ ഫോമും സി എഫ് അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷനും മാത്രമേ തന്നിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആർ ഓഫ് എക്സ് മനസ്സിലാക്കിയിട്ട് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇതിപ്പോ ഞാൻ 2-3 എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയുകയാണ്. ആർ ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് ആണ്, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ C1 പ്ലസ് C2 എക്സ് ഇ റേസ് ടു എക്സ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് ട്രയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാം അത് നോക്കാം. ആദ്യം ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ എപ്പോഴും കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ C1 ഇ റേസ് ടു എക്സ് പ്ലസ് C2 എക്സ് ഇ റേസ് ടു എക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷനിലോട്ട് പോകേണ്ടത്. പർട്ടിക്കുലർ സൊല്യൂഷൻ അല്ലെങ്കിൽ ട്രയൽ സൊല്യൂഷൻ എഴുതപ്പോ ഇവിടെ എന്ത് ഫോമിലാണ്, ആർ ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് എന്ന ഫോമിലാണ്. ഇ റേസ് ടു എക്സ് ആണെങ്കിൽ നമ്മൾ എന്തുവാണ് തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു ഫോമിൽ എഴുതിയപ്പോ ആർ ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് എ ഇ റേസ് ടു എക്സ് അല്ലെങ്കിൽ കെ ഇ റേസ് ടു എക്സ് എന്ന ഫോമിലാണെങ്കിൽ എന്തുവാണ് എ ഇ റേസ് ടു എ എക്സ് എന്ന ഇതിലായിരിക്കും മാറുന്നത്. കെ ഇ റേസ് ടു എ എക്സ് ആണെങ്കിൽ എ ഇ റേസ് ടു എ എക്സ് എന്നായിരിക്കണം നമ്മുടെ കോംപ്ലിമെന്റ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ ഞാൻ എഴുതാണ് എ ഇ റേസ് ടു എ എക്സ് ഇല്ല, വെറും എക്സേ ഉള്ളൂ. അപ്പൊ എ ഇ റേസ് ടു എക്സ്. നിങ്ങൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെയും പർട്ടിക്കുലർ സൊല്യൂഷന്റെയും ഒരു ടേംസും സെയിം ആകാൻ പാടില്ല. അതാണ് റൂൾ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. കോംപ്ലിമെന്ററി ഫംഗ്ഷനിലും പർട്ടിക്കുലർ സൊല്യൂഷൻ അതായത് ട്രയൽ സൊല്യൂഷനിലും ഒരു ടേമും സെയിം ആയിരിക്കാൻ പാടില്ല. ഇവിടെ ഇപ്പൊ കോൺസ്റ്റന്റ് എ നോക്കണ്ട, ബാക്കി ഇ റേസ് ടു എക്സ് നോക്കാം. അതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ ഇ റേസ് ടു എക്സ് അതുപോലെ കിടക്കുന്നു. അപ്പൊ ഇവിടെയും എന്തുവാണ് സെയിം ആണ്. അങ്ങനെ സെയിം ആവാൻ പാടില്ല എന്നുള്ള കേസിൽ നമ്മൾ ചെയ്യേണ്ടത് സെയിം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷന് ആദ്യം ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ സെയിം അല്ല എങ്കിൽ പ്രശ്നമില്ല, സെയിം ആണ് എങ്കിൽ മൾട്ടിപ്ലൈയിങ് എന്തുവാണ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഫംഗ്ഷനെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ എക്സ് ഇ റേസ് ടു എക്സ്. ഓക്കെ, ഫസ്റ്റ് എന്തുവാണ് നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതുന്നു. എന്നിട്ട് നോക്കുക കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ സൊല്യൂഷനും തമ്മിൽ സെയിം ടേം ഉണ്ടോ. അപ്പൊ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത് C1 എ അതൊന്നും നോക്കണ്ട, കോൺസ്റ്റന്റ് ആണത്. ഇ റേസ് ടു എക്സ് കിടക്കുന്നു, ഇ റേസ് ടു എക്സ് ട്രയൽ സൊല്യൂഷനിൽ കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ സെയിം ആകാൻ പാടില്ല, അതാണ് റൂള്. സെയിം ആകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉടനെ നോക്കുക കോംപ്ലിമെന്ററി ഫംഗ്ഷനിലോട്ട് നോക്കാം സെയിം ടേം വരുന്നുണ്ടോ. എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോ എ എക്സ് ഇ റേസ് ടു എക്സ് ആയിരുന്നു. അപ്പൊ കോംപ്ലിമെന്ററി ഫംഗ്ഷനില് ഓക്കെ ഇതേ സെയിം ടേം കിടക്കുന്നുണ്ടോ, എക്സ് ഇ റേസ് ടു എക്സ്. ഇവിടെയും എക്സ് ഇ റേസ് ടു എക്സ്. ഒരു ടേമിൽ സെയിം വരാൻ പാടില്ല. അപ്പൊ
അപ്പൊ നെക്സ്റ്റ് പിന്നെയും എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ഒരു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ yp is equal to a x square e raised to x എന്ന് വരും. ഇനി നോക്കുക, നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷനിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമ്മൾ ഏതെങ്കിലും സെയിം ഉണ്ടോ? ഇല്ല. കാരണം e raised to x ഇവിടെ എന്തുവാണ്, x square e raised to x, ഇവിടെ x e raised to x ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മളെ ഈ കേസിൽ എന്തുവാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യേണ്ടത്. r of x e raised to x ആയതുകൊണ്ടാണ് നമ്മൾ ആ ഫോമിലുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ എടുത്തത്. a e raised to x ആണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. സെയിം ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ, കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ സൊല്യൂഷനും സെയിം ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ്, ഒരു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെയും നോക്കാം സെയിം ഏതെങ്കിലും ടേം നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷനിൽ കിടപ്പുണ്ടോ, ഉണ്ട്. അപ്പൊ എക്സ് ഇ റേസ് ടു എക്സ്, പിന്നെയും എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ എക്സ് സ്ക്വയറിന്റെ ടേം ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെയും ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുന്നതിന്. അപ്പൊ മൾട്ടിപ്പിൾസ് ഓഫ് എക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ഡിഫറെന്റ് ആക്കി മാറ്റേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിളിലോട്ട് പോവാം. ആർ ഓഫ് എക്സിന്റെ ഫോം എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ആണ്. സി എഫ് ഇവിടെ തന്നിട്ടുണ്ട്, C1 പ്ലസ് C2 എക്സ് ഇ റേസ് ടു എക്സ്. ഞാൻ പറഞ്ഞു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എപ്പോഴും എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. C1 ഇ റേസ് ടു എക്സ് പ്ലസ് C2 എക്സ് ഇ റേസ് ടു എക്സ്. ഇനി നോക്കാം, ആർ ഓഫ് എക്സിന്റെ ഫോം എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ആണ്. നമ്മൾ ഒരിക്കലും എന്തുവാണ്, റൈറ്റ് സൈഡിൽ ഇ റേസ് ടു എ എക്സ് വരുവാണെങ്കിൽ, അതായത് കെ ഇൻറ്റു ഇ റേസ് ടു എക്സ്, ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഇ റേസ് ടു എക്സ് വരുന്നത് എന്തുവാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി എക്സ് സ്ക്വയറും ഒരിക്കലും എക്സ് സ്ക്വയറും ഇ റേസ് ടു എക്സും തമ്മിലുള്ള ഒരു എന്തുവാണ്, ആർ ഓഫ് എക്സ് തന്നു കഴിഞ്ഞാൽ ട്രയൽ സൊല്യൂഷന്റെ ഫോമിലേക്ക് പഠിച്ചിട്ടില്ല. പക്ഷെ എക്സ് സ്ക്വയർ മാത്രമുള്ള ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫോം മാത്രം വന്നാലും എക്സ് സ്ക്വയർ മാത്രം വന്നാലും എന്തുവാണ് നമ്മുടെ ട്രയൽ സൊല്യൂഷൻ ഉള്ളതെന്ന് പഠിച്ചിട്ടുണ്ട്. രണ്ടും കൂടി വന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഇ റേസ് ടു എക്സിന്റെ ഫോം എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ അടുത്തൊരു കോൺസ്റ്റന്റ് അല്ല കാണുന്നത്. നമ്മുടെ ഫോം കെ ഇ റേസ് ടു എ എക്സ് ആണ്. ഇവിടെ കെയുടെ സ്ഥാനത്ത് കോൺസ്റ്റന്റ് അല്ല, വേറൊരു ഫംഗ്ഷൻ ആണ്. ഇ റേസ് ടു എക്സ് അങ്ങനെ തന്നെ ഇട്ടില്ല. ഇതിന്റെ ട്രയൽ സൊല്യൂഷൻ ആണ് നോക്കേണ്ടത്. എക്സ് സ്ക്വയറിന്റെ ട്രയൽ സൊല്യൂഷൻ നമുക്കറിയാം, yp എന്ന് പറയുന്നത് ട്രയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്തുവാണ്, എ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറിന്റെ ട്രയൽ സൊല്യൂഷൻ ആണ് ഞാൻ എഴുതുന്നത്, ബി എക്സ് പ്ലസ് സി, ബ്രാക്കറ്റിന്റെ പുറത്ത് ഇ റേസ് ടു എക്സ് അതുപോലെ എഴുതും. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് പ്ലസ് ബി എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് സി ഇ റേസ് ടു എക്സ്. ഇനി നമുക്ക് എന്താണ് നോക്കേണ്ടത്, ypയിലും കോംപ്ലിമെന്ററി ഫംഗ്ഷനിലും സെയിം ഏതെങ്കിലും ടേം ഉണ്ടോ, ഇതിലും സെയിം ടേം ഉണ്ടോ എന്ന് നോക്കാം. ഇ റേസ് ടു എക്സ് ഇവിടെ കിടപ്പുണ്ട്, ഇവിടെയും ഇ റേസ് ടു എക്സ് ഉണ്ട്. സെയിം ടേം പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം, എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. എക്സ് ഇതിന് മാത്രമല്ല ത്രൂ ഔട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ ബ്രാക്കറ്റിന്റെ പുറത്ത് ആയിട്ട് ഒരു എക്സ് ഇടുന്നു, എ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് പ്ലസ് ബി എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് സി എക്സ് ഇ റേസ് ടു എക്സ്. ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പോഴും എന്തുമാണ് ഇതിനുള്ള റൂള്, സെയിം ടേം വരാൻ പാടില്ല. ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റും. എ എക്സ് ക്യൂബ് ഇ റേസ് ടു എക്സ് പ്ലസ് ബി എക്സ് എക്സും എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ്. അപ്പോ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താണ്, ഒരു ഇ റേസ് ടു എക്സ് ഉണ്ട്, ഇവിടെ ഇ റേസ് ടു എക്സ് ഉണ്ട്, സെയിം ആകാൻ പാടില്ല. അതുകൊണ്ട് ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇനി നോക്കി വെച്ചേ, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഏതെങ്കിലും സെയിം ആണോ, വെറും ഇ റേസ് ടു എക്സ് ഇല്ല. പക്ഷെ എക്സ് ഇ റേസ് ടു എക്സ് നടക്കുന്നുണ്ട്. നമുക്കിവിടെ എക്സ് ഇ റേസ് ടു എക്സ്, ഇവിടെ വെറും സി ഇ റേസ് ടു എക്സ് ആണ്. എക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യപ്പോഴാണ് സി എക്സ് ഇ റേസ് ടു എക്സ്. ഓക്കെ, എക്സ് ഇ റേസ് ടു എക്സ് ഉണ്ട്, ഇവിടെയും ഉണ്ട്, സെയിം ആണ്. അങ്ങനെ സെയിം വരാൻ പാടില്ല. അപ്പൊ പിന്നെയും എന്ത് ചെയ്യണം, ഒരു എക്സ് കൊണ്ട് ത്രൂ ഔട്ട് ആയിട്ട് മൾട്ടിപ്ലൈ, ഒരു എക്സ് ത്രൂ ഔട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായാലും മാറും, എ എക്സ് റേസ് ടു 4 ഇ റേസ് ടു എക്സ് പ്ലസ് ബി എക്സ് ക്യൂബ് ഇ റേസ് ടു എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ്. ഇനി നോക്കാം ypയില് ഏതെങ്കിലും കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആയിട്ട് സെയിം ഉണ്ടോ. ഇവിടെ C1 ഇ റേസ് ടു എക്സ്, വെറും ഇ റേസ് ടു എക്സ് ഇല്ല. ഓക്കെ, എക്സ് ഇ റേസ് ടു എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഇ റേസ് ടു എക്സ് ഇല്ല. അപ്പോ
ഒരു ടേമും സെയിം ഇല്ല. ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ശ്രദ്ധിക്കേണ്ടത് ചില കേസുകളിൽ ഇത് കഴിഞ്ഞു പോകും, ചില ഏതെങ്കിലും സെയിം ആയിരിക്കും, അപ്പൊ പിന്നെയും ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ സെയിം എപ്പോ സെയിം അല്ലാതിരിക്കുന്നു അതുവരെ നമ്മൾ മൾട്ടിപ്ലൈ എക്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ. ആർ ഓഫ് എക്സിന്റെ ഫോം ഇ റേസ് ടു 2x sin 3x. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഇ റേസ് ടു 2x into c1 cos 3x plus c2 sin 3x. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഓരോ ടേമിലും സെയിം ഉള്ളത് അറിയാൻ പറ്റും. ഇ റേസ് ടു 2x c1 cos 3x plus e raised to 2x c2 sin 3x. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ c1 കോൺസ്റ്റന്റ് ആണ്, e raised to 2x cos 3x ഉം e raised to 2x sin 3x ആണ് കറക്റ്റ് നമ്മുടെ ആർ ഓഫ് എക്സിന്റെ ഫോം ആയിട്ട് വരുന്നത്. e raised to 2x അങ്ങനെ തന്നെ എഴുതാം. നമ്മുടെ ഫോം എങ്ങനെയാ കിടക്കുന്നത്? k sin ax എന്നാണ് കിടക്കുന്നത്. k sin ax ആയാലും k cos ax ആയാലും നമ്മൾ പഠിച്ചത് എന്തുവാണ്? a cos ax പ്ലസ് b sin ax. ഇതിൽ ഏത് വന്നാലും ഇതാണ് ഫോമിന് ചേഞ്ച് ഒന്നുമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ഫോമിലാണ് കിടക്കുന്നത്. എങ്ങനെയായിരിക്കും? e raised to 2x രണ്ടിലും കോമൺ ആണ്. a cos a ഇവിടെ ഇല്ല, അപ്പൊ എന്താണ്? cos c1 cos ax. ax എന്ന് പറയുന്നത് എന്താണ്? 3x plus c2 sin 3x. ബ്രാക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫോം. ഇനി നോക്കുക സെയിം ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ സൊല്യൂഷനുമായിട്ട് എന്തെങ്കിലും സെയിം ഉണ്ടോ എന്ന് നോക്കാം. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇതാണ്. cos 3x കിടപ്പുണ്ട്, ഇവിടെയും cos 3x കിടപ്പുണ്ട്, ഇവിടെ sin 3x കിടപ്പുണ്ട്, അവിടെയും sin 3x കിടപ്പുണ്ട്. ഓക്കെ, നമ്മൾ ആർ ഓഫ് എക്സിന്റെ ഫോം ഇ റേസ് ടു 2x sin 3x ആണ്. നമ്മുടെ ട്രയൽ സൊല്യൂഷൻ എന്തുവാണ്? ഇ റേസ് ടു 2x sin ax എന്ന ഫോമിലാണ്. ഇനി എന്തുവാണ്? a cos 3x plus b sin 3x. ആ റൂളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ല എങ്കിൽ കുഴപ്പമില്ല. ബ്രാക്കറ്റിൽ ഞാൻ ഓപ്പൺ ചെയ്ത് a e raised to 2x cos 3x plus e raised to b into e raised to 2x sin 3x. ഇനി വേണം നിങ്ങൾ പർട്ടിക്കുലർ സൊല്യൂഷനിലും കോംപ്ലിമെന്ററി ഫംഗ്ഷനിലും സെയിം ഉണ്ടോ എന്ന് നോക്കാം. നോക്കിയാൽ e raised to 2x cos 3x ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, സെയിം ഉണ്ട്. അപ്പൊ സെയിം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായി മാറും? a x e raised to 2x cos 3x പ്ലസ് ഇതിനും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. കോമൺ ആയിട്ടാണ്, ഒന്നിന് മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. b x e raised to 2x sin 3x. ഓക്കെ, ഇനി നോക്കാം സെയിം ഉണ്ടോന്ന്. x e raised to x ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, അപ്പൊ സെയിം ഇല്ല. ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് വരിക. ഇങ്ങനെ വേണം ഒരു ക്വസ്റ്റ്യൻ. ആർ ഓഫ് എക്സ് വരുമ്പോഴുള്ള 2-3 കേസാണ്. കറക്റ്റ് പ്രോബ്ലത്തിലോട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോലെ കറക്റ്റ് പ്രോബ്ലത്തിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് പ്രോപ്പർ ആയിട്ടൊരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. റൈറ്റ് സൈഡ് എന്തുകൊണ്ട് 0 അല്ല, അപ്പൊ തന്നെ അറിയാം നോൺ ഹോമോജീനിയസ് ആണെന്ന് അറിയാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഫോമിലോട്ട് ആക്കുക. ബൈ ഡബിൾ ഡാഷ് ആക്കുക എന്തുവാ? d സ്ക്വയർ y ബൈ dx സ്ക്വയർ മൈനസ് 2 into d y by dx minus 3y equal to 2 e raised to 3x. ഓക്കെ, ഇനി എന്തുവാണ്? d by dx ന് അതെല്ലാം നേരത്തെ ചെയ്ത്, അതായത് ഹോമോജീനിയസിന് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. d by dx ന് ക്യാപിറ്റൽ d കൊടുക്കാം. അപ്പോ ഇത് d സ്ക്വയർ ബൈ മൈനസ് 2 d by minus 3y ഈക്വൽ ടു 2 e raised to 3x എന്ന് വരും. പ്രോപ്പർ ആയിട്ട് എല്ലാത്തിനും എന്ത് കോമൺ എടുക്കാം? ഒരു y കോമൺ എടുക്കുന്നു. അപ്പോഴും റൈറ്റ് സൈഡിൽ ആർ ഓഫ് എക്സ് അതുപോലെ തന്നെയാണ്. ഇനി ഓക്സിലറി ഇക്വേഷൻ ആണ് നെക്സ്റ്റ് എഴുതേണ്ടത്. അതിന് നമുക്കറിയാം എന്താണ്? പുട്ട് ക്യാപിറ്റൽ D ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം? m കൊടുക്കണം. ആ സമയത്ത് റൈറ്റ് സൈഡിലെ ടേംസ് വരില്ല, 0 ആണ്. അതായത് m സ്ക്വയർ മൈനസ് 2m മൈനസ് 3
y എടുക്കില്ല ഈക്വൽ ടു 0. ഇതിപ്പോ ഇക്വേഷൻ രീതിയിലാണ്. ഇനി നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാം. രണ്ട് നമ്പർ സെലക്ട് ചെയ്യുക, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3, ആഡ് ചെയ്യുമ്പോൾ -3. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 വരണമെങ്കിൽ നമ്പേഴ്സ് -3 1 ആണെങ്കിൽ -3 into 1 -3. ആഡ് ചെയ്യുമ്പോൾ -2 വരുന്നു. അപ്പൊ ഏതൊക്കെയാണ് നമ്പേഴ്സ്? m -3 m +1. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ സോൾവ് ചെയ്യുമ്പോൾ. ഇനി m-3 ഈക്വൽ ടു 0 ഇതിൽ m ഈക്വൽ ടു 3. m +1 ഈക്വൽ ടു 0 m ഈക്വൽ ടു -1. നമുക്ക് m ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതാം. ഇവിടെ m എന്തുവാണ്? ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആണെങ്കിൽ എങ്ങനെയാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ? c1 e raised to m1x, m1ന്റെ ബേസിൽ 3x പ്ലസ് c2 e raised to -x. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇതുവരെ നമ്മൾ ഹോമോജീനിയസിന് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഹോമോജീനിയസ് ആയിരുന്നു സൊല്യൂഷൻ yp അല്ലെങ്കിൽ y എന്നും പറഞ്ഞ് എഴുതുമായിരുന്നു. ഇനി ഇത് ഹോമോജീനിയസ് അല്ല, നോൺ ഹോമോജീനിയസ് ആണ്. അപ്പൊ ഇതുവരെ സെയിം ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാണുന്നത് നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ സൊല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുവാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്? കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ സൊല്യൂഷനും കൂടി ആഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നോൺ ഹോമോജീനിയസിന്റെ സൊല്യൂഷൻ. അപ്പൊ ഇവിടെ നമുക്ക് കോംപ്ലിമെന്ററി കിട്ടി. ഇനി എന്താണ്? ട്രയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ കൂടി വേണം. ട്രയൽ സൊല്യൂഷൻ നമുക്ക് എഴുതാം. ഇവിടെ r(x) എന്ന് പറയുന്നത് 2e raised to 3x ആണ്. ഓക്കെ, r(x) 2e raised to 3x. അത് ഏത് ഫോമിലാണ്? a e raised to ax അല്ലെങ്കിൽ k e raised to ax ആണെങ്കിൽ നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് a e raised to ax അതായത് 3x. ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇനി നമ്മൾ നോക്കേണ്ടത് പർട്ടിക്കുലർ സൊല്യൂഷനും കോംപ്ലിമെന്ററി ഫംഗ്ഷനും നമുക്ക് സെയിം ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. സെയിം ഉണ്ടോ എന്ന് നോക്കാൻ സെയിം ഉണ്ട്. e raised to 3x ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ x കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. ax e raised to 3x. അങ്ങനെയാണ് ax e raised to 3x. ഇവിടെ മൾട്ടിപ്ലൈങ് എന്തുവാണ്? x വെച്ച് മൾട്ടിപ്ലൈ. ഇത് നോക്കുക, സെയിം ഉണ്ടാകും. സെയിം ഇല്ല. x e raised to 3x സെയിം ഇല്ല. ഈ ചെയ്യേണ്ടത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? y ഡബിൾ ഡാഷ് പറഞ്ഞിട്ടുണ്ട്, y ഡാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ y ഡാഷ് കാണണം, y ഡബിൾ ഡാഷ് കാണണം. ഈ വാല്യൂസ് എല്ലാം കൂടി നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് വേണം നമ്മൾ എയുടെ വാല്യൂ. ഇവിടെ ഒരേ ഒരു എന്തുവാണ്? അൺഡിറ്റർമിൻഡ് കോഷ്യന്റെ ഉള്ളൂ എയുടെ വാല്യൂ കാണേണ്ടത്. 7 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടി. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ y ഡാഷ് കാണും, y ഡബിൾ ഡാഷ്. yp എന്ന് പറയുന്നത് തന്നെയാണ് y എന്ന് പറയുന്നത്. yp ഇവിടെ എന്തുവാണ്? ax e raised to 3x. ഇതിന് y ഡാഷ് p കാണുക. അത് തന്നെയാണ് y ഡാഷ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ a കോൺസ്റ്റന്റ്. ഇവിടെ ചെയ്യേണ്ടത് രണ്ട് ഫംഗ്ഷൻ ആണ്. പ്രോഡക്റ്റ് ഉള്ള അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് x into e raised to 3x into 3 raised to x into 3 plus second function e raised to 3x into x into 1. a 3x e raised to 3x plus e raised to 3x എന്ന് വരും. ഓക്കെ, ഇത് y dash of p ആണ്. ഈ y double dash of p അതും വേണം. y double dash ചോദിച്ചിട്ടുണ്ട്. a കോൺസ്റ്റന്റ് ആണ്. ഇതിനകത്ത് പിന്നെ പ്രോഡക്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇതാണ്, സെക്കൻഡ് ഇത്. 3x ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് e raised to 3x എന്നത് e raised to 3x തന്നെയാണ്. ഇൻറ്റു 3x എന്തുവാണ്? 3 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് e raised to 3x ആണ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 3x 3. ഓക്കെ, പ്ലസ് ഇനി ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് e raised to 3x e raised to 3x into 3x ഇനി ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 3 to 3 9x e raised to 3x plus 3 e raised to 3x plus 3 e raised to 3x. ടോട്ടലി നോക്കാം. a into 9x e raised to 3x എഴുതുക. 3 e raised to x 3
3 e raised to x, 3 6 e raised to 3x എന്ന് വരും. ഇപ്പൊ നമുക്ക് y ഡബിൾ ഡാഷ് ഓഫ് പിയും കിട്ടി, y ഡാഷ് ഓഫ് പിയും കിട്ടി. നമുക്ക് ഈ വാല്യൂസ് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു y ഡബിൾ ഡാഷ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് y ഡബിൾ ഡാഷ് പി, y ഡാഷ് പി, പിന്നെ y എന്ന് പറയുന്നതാണ് yp. ഇത് 1 എന്ന് കൊടുത്തിരുന്നാൽ മതി. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ഡബിൾ ഡാഷിന്റെ വാല്യൂ എന്തുവാണ്? a 9x e raised to 3x plus 6 e raised to 3x minus 2 into y dash. y dash എന്ന് പറയുമ്പോൾ y dash of p a into അപ്പൊ 2a into ബാക്കി ടേംസ് എന്തുവാണ്? 3x e raised to 3x plus e raised to 3x. കഴിഞ്ഞില്ല. -3y ക്ക് -3 വൈയുടെ പ്ലേസിൽ yp എന്തുവാണ്? a കോൺസ്റ്റന്റ് ആയിട്ട് പുറത്ത് എഴുതുന്നു. a x e raised to 3x ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളത് 2 e raised to 3x. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ലൈക്ക് ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 9ax e raised to 3x plus 6a e raised to 3x minus 2 into 3 6ax e raised to 3x minus 2a e raised to 3x minus 3ax e raised to 3x equal to 2 e raised to 3x. സെയിം ടേം ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇവിടെ അറേഞ്ച് ചെയ്യുമ്പോ 9ax e raised to 3x minus 6ax e raised to 3x ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3ax e raised to 3x വരും. ആ 3 പ്ലസ് 3 മൈനസ് 3 ഈ 3 ടേംസ് ക്യാൻസൽ ആയി. പിന്നെ വരുന്നത് 6a e raised to 3x minus 2. 6 minus 2 4 ആണ്. 4a e raised to 3x എന്ന് വരും. ഈക്വൽ ടു 2 e raised to 3x. ഇനി നമുക്ക് ചെയ്യേണ്ടത് കമ്പയർ ലൈക്ക് ടേംസ്. ഇവിടെ ലൈക്ക് ടേംസ് കമ്പയർ ചെയ്തതിന് കുഴപ്പമില്ല, സിമ്പിൾ ടേം ആയിട്ടുണ്ട്. e raised to 3x e raised to 3x ലെഫ്റ്റും റൈറ്റും ക്യാൻസൽ ചെയ്യാം. പിന്നെ വരുന്നത് എന്താണ്? 4a ഈക്വൽ ടു 2 ആണ്. ഇതിൽ a ഈക്വൽ ടു 2/4 ക്യാൻസൽ ചെയ്യുമ്പോൾ 1/3. എയുടെ വാല്യൂ കിട്ടി. നമ്മുടെ yp കണ്ടല്ലോ എന്തുവാണ്? ypയുടെ പ്ലേസിൽ yp എന്തുവായിരുന്നു? ax e raised to 3x ആയിരുന്നു. ഈ പ്ലേസിൽ എയുടെ വാല്യൂ ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യുക. 1/2x e raised to 3x. അപ്പൊ പർട്ടിക്കുലർ സൊല്യൂഷനില് എന്തുവാണ്? വേരിയബിൾസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ യഥാർത്ഥ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽസ് അല്ലെ, അല്ലെങ്കിൽ CF പ്ലസ് എന്തുവാണ്? yp പർട്ടിക്കുലർ ഇന്റഗ്രൽസ് ആണ്. CF കോംപ്ലിമെന്ററി ഫംഗ്ഷൻസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കോംപ്ലിമെന്ററി ഫംഗ്ഷൻസ് എന്തുവാണ്? C1 e raised to 3x പ്ലസ് C2 e raised to minus x ആയിരുന്നു. പ്ലസ് എന്തുവാണ്? നമ്മുടെ ഇപ്പോഴത്തെ ട്രയൽ സൊല്യൂഷനിൽ കിട്ടും ഹാഫ് x e raised to 3x. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇത് 7 മാർക്സിനാണ് വരുന്നത്. 7 മാർക്സിന് വരാനുള്ള റീസൺസ് ഫസ്റ്റ് 2 പാർട്ടും കാണണം. അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷനും കാണണം. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ സാധാ മെത്തേഡിൽ നമ്മൾ ചെയ്യും. നേരത്തെ ഹോമോജീനിയസ് ചെയ്യുന്നത് പോലെ നമ്മളെ ഓക്സിലറി ഇക്വേഷനും കണ്ട് ആ ഇക്വേഷനെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ട്രയൽ സൊല്യൂഷൻ ഇവിടെ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. ട്രയൽ സൊല്യൂഷൻ കണ്ട് എത്തിയതിനു ശേഷമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണോ ഡെറിവേറ്റീവ് പറഞ്ഞിട്ടുള്ളത് ആ ഡെറിവേറ്റീവ് കണ്ടിട്ട് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആ ഡെറിവേറ്റീവ് കണ്ടെത്തുന്ന ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുന്നു. ഈ കേസിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു ടേംസേ ഉള്ളൂ. ചില കേസുകളിൽ ഡിഫറെന്റ് ടേംസ് വരപ്പോഴാണ് നമുക്ക്
കമ്പയർ ചെയ്യുക, ലൈക്ക് ടേംസ് വെച്ച് കമ്പയർ ചെയ്യുക. അതായത് e3x ന്റെ ടേംസും e3x കോൺസ്റ്റന്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. y is equal to c1 e3x plus c2 e-x plus half x e3x. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. y double dash plus 4y dash plus 4y equal to e-2x. y double dashന് പകരം എന്തുവാണ്? d square y by dx square plus 4y dash dy by dx plus 4y equal to e-2x. ഇനി എന്തുവാണ്? d by dx ന് ക്യാപിറ്റൽ D. ഇപ്പൊ എന്തായി മാറും? d square y plus 4dy plus 4y equal to e-2x. y കോമൺ എടുക്കാം. d square plus 4d plus 4 പുറത്ത് y equal to e-2x. ഇനി നെക്സ്റ്റ് ആണ് ഓക്സിലറി ഇക്വേഷൻസ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യണം? അപ്പൊ ക്യാപിറ്റൽ D is equal to m. അപ്പൊ എന്തായി മാറും? m സ്ക്വയർ പ്ലസ് 4m പ്ലസ് 4 ഈക്വൽ ടു എന്തായിരിക്കും? റൈറ്റ് സൈഡ് 0 കൊടുത്താലേ സൊല്യൂഷൻ കാണാൻ പറ്റും. ഇതൊരു ഫോർമുല പോലെയാണ്. എന്തുവാണ്? a പ്ലസ് b ദ ഹോൾ സ്ക്വയർ ഫോർമുലയിലാണ് കിടക്കുന്നത്. m പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് m സ്ക്വയർ പ്ലസ് 2m into 2 എന്തോ 4m പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ 4. ഓക്കെ, m പ്ലസ് 2 ഈക്വൽ ടു 0. അതായത് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ടൈംസ് ഉണ്ട്. m പ്ലസ് 2 into m പ്ലസ് 2 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസിലും ഇവിടെ m is equal to എന്ത് വരും? -2 -2. ഇവിടെ എന്തുവാണ്? m ന്റെ വാല്യൂ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ വരും? സെയിം ആണ് m എങ്കിൽ c1 പ്ലസ് c2x e-2 മൈനസ് mx, m ന്റെ പ്ലേസിൽ -2x. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് കാണേണ്ടത്? ട്രയൽ സൊല്യൂഷൻ കാണാം. ട്രയൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. സെയിം ഉണ്ടോ എന്ന് അറിയാം. c1 e-2x എന്നും c2 x e-2x. ട്രയൽ സൊല്യൂഷൻ എഴുതാൻ വേണ്ടിട്ട് r(x) ന്റെ ഫോമാണ് നോക്കാൻ. ഇവിടെ r(x) എന്തുവാണ്? e-2x. അതായത് k e-ax എന്ന ഫോമാണെങ്കിൽ നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെ വരും? a e-2x ഈ ഫോമിലാണ് വരുന്നത്. ഇനി നോക്കാം നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ കോംപ്ലിമെന്ററി തമ്മിൽ സെയിം ഉണ്ടോ? സെയിം ഉണ്ട്. e-2x -2x. അപ്പൊ സെയിം മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ x വെച്ച് മൾട്ടിപ്ലൈ എപ്പോഴും നോക്കാം സെയിം ഉണ്ടോ. സെക്കൻഡ് നടക്കുന്നതും ഇതും തമ്മിൽ സെയിം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഒരിക്കൽ കൂടി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ പിന്നെയും ഒരു x മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഓൾറെഡി ഒരു മൾട്ടിപ്ലൈ x ചെയ്തു. അപ്പൊ സെയിം ആയതുകൊണ്ട് പിന്നെയും ഒരു x മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഈ y എങ്ങനെ വരും? a x സ്ക്വയർ e-2x. ഇനി നോക്കിയ സെയിം ഉണ്ടോന്ന്? സെയിം ഇല്ല. x കൊണ്ട് ടേം ഇല്ല. അപ്പൊ നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കാണും. y ഡാഷ് കാണാം. അപ്പൊ yp ഉണ്ട്. y ഡാഷ് ഓഫ് p എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. a കോൺസ്റ്റന്റ് കണക്ക് തന്നെ അറിയാം. പ്രോഡക്റ്റ് റൂളാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ x സ്ക്വയർ into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് e-2x ന്റെ e-2x മൈനസ് 2x ന്റെ എന്തുവാ? -2. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ e-2x into ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 2x. ഓക്കെ, ഇനി ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ x സ്ക്വയർ e-2 -2 നമുക്ക് ഫ്രണ്ടിൽ എടുക്കാം. -2 x സ്ക്വയർ e-2x പ്ലസ് 2x e-2x. y ഡാഷ് ഓഫ് p. ഇനി y ഡബിൾ ഡാഷ് ഓഫ് p ആണ് എഴുതുന്നത്. y ഡബിൾ ഡാഷ് ഓഫ് p y ഡബിൾ ഡാഷ് ഓഫ് p എടുക്കുമ്പോ
ഇവിടെ ഒരു പ്രോഡക്റ്റ് റൂൾ വരുന്നു, ഇവിടെയും ഒരു പ്രോഡക്റ്റ് റൂൾ വരുന്നു. ഇപ്പൊ ശ്രദ്ധിക്കാം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇതാണ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ -2x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് e−2x ഇൻറ്റു -2x -2 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്തുവാണ് e−2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്തുവാണ് ഫസ്റ്റ് -2 ഇൻറ്റു x² എന്തുവാണ് -2 ഇൻറ്റു x² 2x. ആ ഒരു പോർഷൻ കഴിഞ്ഞു. പ്ലസ് നെക്സ്റ്റ് ഇതാണ്, അവിടെയും പ്രോഡക്റ്റ് റൂളാണ് കിടക്കുന്നത്. പ്ലസ് 2x ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് e−2x ഇൻറ്റത് -2x -2x ഇൻറ്റു -2 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ e−2x ഇൻറ്റു 2x ഇൻറ്റത് ഇത്രയാണ് ഡെറിവേറ്റീവ് ആണെന്ന് y'(p) എന്ന് പറയുന്നത്. ഇത് നമുക്കിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -2 പ്ലസ് 4 കോൺസ്റ്റന്റ് ഇവിടെ എഴുതാൻ മറക്കരുത്. 4x² e−2x -2 -2 -4x e−2x -4x e−2x പ്ലസ് 2 e−2x. ഇതാണ് കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 4x² e−2x -4x അപ്പൊ എന്താണ് -8x e−2x പ്ലസ് 2 e−2x. അപ്പൊ നമുക്ക് വേണ്ട y'(p) കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, അതിന്റെ 1ല് അപ്ലൈ ചെയ്യണം. 1ല് അപ്ലൈ ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്നത് y'(ന്റെ വാല്യൂ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം. 4ax² e−2x -8ax e−2x പ്ലസ് 2a e−2x. ഇതിന് പ്ലസ് 4y' എന്ന് പറയുമ്പോ 4 ഇൻറ്റു y'(p) 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4 ഇൻറ്റു a 4a -2x² e−2x 2x e−2x. ലാസ്റ്റ് വൺ 4 ഇൻറ്റു y എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. a പുറത്തെടുക്കുക, x² e−2x ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എഴുതുക e−2x. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 4ax² e−2x -8ax e−2x പ്ലസ് 2a e−2x. ഇനി ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4 ഇൻറ്റു -2 -8ax² e−2x 4 into 2 8 ax e−2x. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് 4ax² e−2x ഈക്വൽ ടു റൈറ്റ് സൈഡിലെ ടേംസ് e−2x. ഇനി ആണെങ്കിൽ സെയിം ടേം ഉണ്ടോ നോക്കാം. 4ax² ഉണ്ട്, ഇവിടെ -8 4ax² e−2x ഉം 4ax² e−2x അപ്പം 8 ആണ്. അത് -8 ആയിട്ട് ക്യാൻസൽ. നെക്സ്റ്റ് ഇവിടെ -8x e−2x ഉം പ്ലസ് 8ax ക്യാൻസൽ. ബാക്കി വരുന്നത് 2a e−2x ഈക്വൽ ടു e−2x. e−2x cancel. 2a 1 a is equal to 1/2. എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രയൽ സൊല്യൂഷനിൽ അത് അപ്ലൈ ചെയ്യേണ്ടി വരും. ട്രയൽ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു? y is equal to ax² e−2x ആയിരുന്നു ട്രയൽ സൊല്യൂഷൻ. എയുടെ പ്ലേസിൽ ½ കിട്ടി,
എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് 3x. ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ. നമ്മുടെ ജനറൽ സൊല്യൂഷൻ, കറക്റ്റ് സൊല്യൂഷൻ ഈസ് എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് particular solution. Complementary function ഇതായിരുന്നു c1 plus c2x e raised to minus 2x plus yp എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടിയത് ഹാഫ് എക്സ് സ്ക്വയർ e raised to minus 2x. നല്ലോണം ലെങ്തിയാണ്. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.